കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന ഓപ്പ് ഇന്ത്യ ന്യൂസ് വെബ്സൈറ്റ് 2023-നും 2025-നും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള 314 വാർത്തകളാണ് ഇവർ വെബ്സൈറ്റിൽ നൽകിയത്. 2025 ജനുവരിക്കും സെപ്റ്റംബറിനും ഇടയിൽ ഇത്തരത്തിലുള്ള 91 വാർത്തകൾ ഇവർ പ്രസിദ്ധീകരിച്ചു. അതിൽ 43 എണ്ണം രാജ്യത്തെ പ്രമുഖരായ 5 മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ടുള്ളതാണ്. 32 വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഇവർക്കെതിരെ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ വേട്ടക്കാരുടെ പട്ടികയിലാണ് RSF ഓപ്പ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്വേഷ പ്രചാരകർക്ക് പരസ്യം നിഷേധിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പരസ്യദാതാക്കൾ ഓപ്പ് ഇന്ത്യക്ക് പരസ്യം നൽകുന്നത് അവസാനിപ്പിച്ചുവെങ്കിലും ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നുള്ള വരുമാനം ഇപ്പോഴും ഓപ്പ് ഇന്ത്യ എന്ന വെബ്സൈറ്റിന് ലഭിക്കുന്നുണ്ട്. ഓപ്പ് ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ലക്ഷ്യം വെച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ രാജീവ് സർദേശായിയാണ്. നമുക്ക് കൃത്യമായി തന്നെ നോക്കാം എന്താണ് ഓപ്പിനെതിരെയുള്ള കണ്ടെത്തൽ എന്നുള്ളത്. അതായത് RSFന്റെ കണ്ടെത്തൽ എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് പരിശോധിക്കാം. അവർ പറയുന്നത് 2023 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 314 വാർത്തകളാണ് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് പ്രസിദ്ധീകരിച്ചത്. അതിൽ 208 വാർത്തകളിൽ 134 മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ളായിരുന്നു. അതിൽ 50 മാധ്യമ പ്രവർത്തകർ ഓപ്പ് ഇന്ത്യയിൽ വാർത്ത വന്നതിന് പിന്നാലെ സൈബർ ആക്രമണത്തിന് ഇരയായി. 56 മാധ്യമ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ലക്ഷ്യമിട്ട മാധ്യമ പ്രവർത്തകർ ഇവരാണ്. അതായത് നമുക്കറിയാം രാജീവ് സർദേശായി, ആർഖാനുമ, ഷെർവാണി മുഹമ്മദ്, സുബൈർ, മഹേഷ് ലാങ്ക, രവീഷ് കുമാർ, റാണ അയൂബ്, പ്രബീർ പുർഗായിസ്ത തുടങ്ങിയ മാധ്യമ പ്രവർത്തകരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടത്. വ്യാപകമായി ഓപ്പ് ഇന്ത്യ ലക്ഷ്യമിട്ട മാധ്യമ പ്രവർത്തകരുടെ പേരും RSF പുറത്തുവിട്ടിട്ടുണ്ട്. ഓപ്പ് ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ലക്ഷ്യം വെച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ രാജീവ് സർദേശായിയാണ്. 36 ലേഖനങ്ങളാണ് രാജീവ് സർദേശായിക്കെതിരെ ഓപ്പ് ഇന്ത്യയിൽ വന്നത്. ദ വയറിലെ മാധ്യമ പ്രവർത്തക ആർഫ ഖാനുമ ഷെർവാണിക്കെതിരെ 18-ഉം ആൾട്ട് ന്യൂസ് സഹതാപകൻ മുഹമ്മദ് സുബൈറിനെതിരെ 15-ഉം ദ ഹിന്ദുവിലെ മാധ്യമ പ്രവർത്തകൻ മഹേഷ് ലങ്കയ്ക്കെതിരെ 13-ഉം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ രവീഷ് കുമാറിനെതിരെ 11-ഉം വാഷിംഗ്ടൺ പോസ്റ്റിലെ കോളമിസ്റ്റായ റാണ അയൂബിനെതിരെ 10-ഉം ന്യൂസ് ക്ലിക്ക് ചീഫ് എഡിറ്റർ പ്രബീർ പുരക്കായസ്തയ്ക്കെതിരെ 10-ഉം എന്നിങ്ങനെയാണ് അവരുടെ വാർത്തകളിൽ വന്ന എണ്ണം എന്ന് പറയുന്നത്. വിദേശ മാധ്യമ പ്രവർത്തകരും ഇതിന്റെ ഇരകളായിട്ടുണ്ട്. വിദേശ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള 2 പേരാണ് പ്രധാനമായും ഇരകളായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ദ ഗാർഡിയന്റെ റിപ്പോർട്ടറായ അന്ന ഏലിസ് പീറ്റേഴ്സിനും ഒപ്പം തന്നെ ABC ന്യൂസിന്റെ അവാനി ഡയസും എന്നിവരെയും ഓപ്പ് ഇന്ത്യ ലക്ഷ്യമിട്ടതായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ 2 പേരെയാണ് പ്രധാനമായും അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ അവിടെയും തീരുന്നില്ല. സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ദ വയറും ന്യൂസ് ക്ലിക്കും ന്യൂസ് ലോണ്ടറിയൊക്കെ സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളായ ഈ സ്ഥാപനങ്ങൾക്കെതിരെയും ഓപ്പ് ഇന്ത്യ ലക്ഷ്യമിട്ട് അവർക്കെതിരെയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച 200-ലേറെ ലേഖനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് 200-ലേറെ ലേഖനങ്ങളിൽ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ നിരവധി പ്രയോഗങ്ങളുണ്ട്. വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർ, രാജ്യദ്രോഹികൾ, നുണയന്മാർ, പക്ഷാപാതികൾ, ഹിന്ദു വിരുദ്ധർ, ഇന്ത്യ വിരുദ്ധർ എന്നിങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ വരെ 91 ലേഖനങ്ങളാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെയും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ഓപ്പ് ഇന്ത്യയിൽ വാർത്തകളായി പ്രസിദ്ധീകരിച്ചത്. ഈ കാലയളവിൽ അർഫ ഖാൻ, ഷെർവാനി, മുഹമ്മദ് സുബൈർ, രാജീവ് സർദേശായി, രവീഷ് കുമാർ, റാണ അയൂബർ എന്നിവരെയും ലക്ഷ്യമിട്ട് നിരവധി വാർത്തകൾ ഓപ്പ് ഇന്ത്യ തുടരെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. വാർത്ത പുറത്തു വരുന്നതിന് പിന്നാലെ ഇവർക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത്. സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന 12 അക്കൗണ്ടുകൾ നിരന്തരമായി ഓപ്പ് ഇന്ത്യ വാർത്തകൾ ഷെയർ ചെയ്യുന്നവരാണ് എന്നാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. അതിലെ 5 പേരെ ഓപ്പ് ഇന്ത്യ സൈറ്റിന്റെ അഡ്മിന്മാർ
ഫോളോ ചെയ്യുന്നവരാണ് എന്നും ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. RSF ഇമ്പാക്ട് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് പിന്നാലെ ദ ന്യൂസ് മിനിറ്റിന്റെ എഡിറ്ററായ ധന്യ രാജേന്ദ്രനെതിരെയും ഓപ്പ് ഇന്ത്യയിൽ വാർത്ത വന്നു. ആ വാർത്ത ഏതാണ്ട് 3000-ലേറെ പേരാണ് പങ്കിട്ടത്. വിദേശ സഹായം ലഭിക്കുന്ന ദേശവിരുദ്ധ മാധ്യമ പ്രവർത്തക എന്ന പേരിലാണ് ധന്യ രാജേന്ദ്രനെ കുറിച്ചുള്ള വാർത്ത ഷെയർ ചെയ്യപ്പെട്ടത്. ധന്യക്കെതിരായ പ്രചാരണത്തിൽ ഒരു സംഘടിത സ്വഭാവമുണ്ടായിരുന്നു. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയും സൈബർ ആക്രമണത്തിന് എതിരായ പോരാട്ടവും പ്രധാനമാണ് എന്നും സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും എഡിറ്റോറിയൽ ഡയറക്ടർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നോക്കൂ, സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നുണ്ട്. സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്ന സ്ഥലമല്ല ഇന്ത്യയെന്ന് പലപ്പോഴും വിദേശ മാധ്യമങ്ങളിലടക്കം ലേഖനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന് പോലും വലിയ തരത്തിലുള്ള ഭീഷണി ഇന്ത്യയിൽ നേരിടുന്നുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഘടിത കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ ആ വിമർശനത്തെ വലിയ തലത്തിൽ വിമർശനമായി കാണാതെ മാധ്യമ വാർത്തകളായി കാണാതെ വലിയ തലത്തിൽ സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവർക്കെതിരെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇരയായപ്പെടുന്ന വ്യക്തി രാജീവ് സർദേശായിയാണ്. രാജീവ് സർദേശായിക്കാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൈബർ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാകുമ്പോൾ ഈ ജേർണലിസ്റ്റുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് മോദി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, മോദി സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അദാനിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കാണ് ഈ ജേർണലിസ്റ്റുകൾ പ്രധാനമായും ഇരയാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓപ്പ് ഇന്ത്യയിൽ നിരന്തരമായി മാധ്യമപ്രവർത്തകർക്കെതിരെ ലേഖനങ്ങൾ വരുന്നു. 36 ലേഖനങ്ങളാണ് രാജീവ് സർദേശായിക്കെതിരെ വന്നത്. അതിലെല്ലാം തന്നെയും ദേശദ്രോഹിയെന്നും ഹിന്ദു വിരുദ്ധനുമെന്നും ആലേഖനം ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ് കൂടുതലായും അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊരാൾ മുഹമ്മദ് സുബൈറാണ്. 15ഓളം വാർത്തകളാണ് മുഹമ്മദ് സുബൈറിനെതിരെ ഈ വെബ്സൈറ്റിൽ വന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ദ ഹിന്ദുവിലെ മാധ്യമപ്രവർത്തകനായ മകേഷ് ലങ്കായാണ്. മകേഷ് ലങ്കായക്കെതിരെ 13 വാർത്തകൾ വന്നു. നോക്കൂ, ഒരു മാധ്യമ സ്ഥാപനത്തിലും ജോലി ചെയ്യാതെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന രവീഷ് കുമാറിനെ പോലെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ രവീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾക്കെതിരെയും വലിയ തരത്തിൽ അവർ ലേഖനങ്ങൾ എഴുതിയെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അവിടെയും കൊണ്ടും ഇവരുടെ വിദ്വേഷമോ അല്ലെങ്കിൽ ഇവരുടെ പ്രതികാര ദാഹമോ തീരുന്നില്ല. വിദേശ മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഓപ്പ് ഇന്ത്യയുടെ തൂലിക ആക്രമണങ്ങളാൽ നിറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ എടുത്തു പറയേണ്ടതുണ്ട്. 2 പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ, ഹന്ന എലീസ് പീറ്റേഴ്സൺ ദ ഗാർഡിയന്റെ റിപ്പോർട്ടറാണ്, ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ പ്രശസ്തനായ ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിനെതിരെയും ഹന്ന എലീസ് പീറ്റേഴ്സിനെതിരെയും ഒപ്പം തന്നെ അവാനി ഡയസ് ABC ന്യൂസിന്റെ കരുത്തുറ്റ റിപ്പോർട്ടറാണ്. അവർക്കെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളുമാണ് ലേഖനത്തിലൂടെ RSS നിയന്ത്രിക്കുന്ന ഓപ്പ് ഇന്ത്യയിൽ അച്ചടിച്ച് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും വലിയ തരത്തിൽ ഞെട്ടലുളവാക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ പ്രധാനമായും പറയേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ, കേന്ദ്രത്തിനെതിരെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന RSFന്റെ എഡിറ്റോറിയൽ പറയുന്നത്.